വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാൻ ഒരു വ്ളോഗ് എടുക്കുന്നത് ആദ്യമായിട്ടുള്ള ലൈഫിലൊരു വ്ളോഗ് എടുക്കുന്നത് എങ്ങനെ എടുക്കാനൊന്നും അറിയില്ല. പല തെറ്റുകളും കുറവുകളും എല്ലാം ഉണ്ടാകും. ചെറിയ മോള് വലിയ മോള് ഡ്രസ്സും കൊണ്ട് വന്നാണ്. എന്നിട്ട് എന്നോട് ചോദിക്കണേ ഇതാരതാന്ന് ചോദിക്കണ്. വീണ്ടും ഒരു പാൻ്റ് എടുത്ത് വന്നിട്ട് പിന്നെയും ചോദിക്കണു ഉമ്മ ഇതാരതാന്നൊക്കെ. ഞങ്ങൾ ഇന്നലെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിരുന്നു. അതായത് എൻ്റെ വീട്ടിൽ പോയിട്ട് വന്നതായിരുന്നു. ഇത് കുടിക്കാനുള്ള വെള്ളം എടുക്കുകയാണ്. മോട്ടർ ഇടുമ്പോൾ നേരിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കുടിക്കണം. അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിൽ വന്നപ്പോൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ടാണ് വന്നത്. വീട്ടിൽ നിന്ന് വന്നപ്പോൾ 2 തൈകൾ കൊണ്ടുവന്നിരുന്നു. ഉപ്പ തന്നതായിരുന്നു, പാഷൻ ഫ്രൂട്ടിൻ്റെ പപ്പായൻ്റെ. അപ്പോൾ ഫസ്റ്റ് അത് രണ്ടും കുഴിച്ചിട്ട് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. പച്ചക്കറികളും ഫുഡ് ഐറ്റംസും തൈരും ലിക്വിഡും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇത് മിൽക്കി ബാറാണ്. എൻ്റെ ചെറിയ മോള് അങ്ങനെ ചോക്ലേറ്റ് എല്ലാം കഴിക്കുന്നില്ല, പക്ഷെ ആകെ മിൽക്കി ബാറേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കൊണ്ടു വെക്കും. എപ്പോഴും കരയാണെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ 3 ഡബ്ബയിലാക്കിയിട്ടാണ് വെക്കൽ. ഒന്നിൽ ബേക്കറി ഐറ്റംസൊക്കെ വെക്കും. പിന്നെ മറ്റേ ഫുഡ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, നമ്മൾ റവ, പഞ്ചസാര, പരിപ്പ്, അരി അങ്ങനത്തെയൊക്കെ വെക്കും. പിന്നെ അടുത്തതിൽ നമ്മൾ സോപ്പ് അതുപോലെ ലിക്വിഡ് ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ആയിട്ട് വെക്കലാണ്. എന്നപ്പോൾ കുറച്ച് മീനച്ചാർ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് ഞാൻ കുപ്പിയിലൊക്കെ ആക്കി വെക്കിയിരുന്നു. അതുപോലെ വീട്ടിൽ പോയി വന്നപ്പോൾ കുറച്ച് നാടൻ മുട്ട വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കടയത്തെ മുട്ട കൊടുക്കാറില്ല, നാടൻ മുട്ടയാണ് കൊടുക്കാറ്. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കലാണ്. ഞാൻ മുട്ട ഇങ്ങനെയാണ് ചെയ്തോ, പേപ്പറിൽ പൊതിഞ്ഞിട്ട് പേപ്പറിൽ അതേപോലെ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. പിന്നെ കറിവേപ്പിലാണ്, അതും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതുപോലൊരു ഡബ്ബയിൽ കറിവേപ്പില ഇട്ട് വെക്കും. കേടുവരലൊന്നുമില്ല. എന്തായാലും ഒരു 2 ആഴ്ച 3 ആഴ്ച വരെ കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കും. പിന്നെ മല്ലിച്ചപ്പ് ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഒരു ടിഷ്യൂ പേപ്പർ വെക്കും. അടിഭാഗത്ത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പിന്നെ മല്ലിച്ചപ്പ് എടുത്തിട്ട് അതിൻ്റെ വേരൊക്കെ മുറിച്ച് കളഞ്ഞ് നല്ല നീറ്റായിട്ടില്ലത് എടുത്തിട്ട് അതിലെന്തെങ്കിലും കേടുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് നല്ലതായി എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ വയ്ക്കും. ഓരോ ദിവസം കേടാവാതെ നിൽക്കും. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയിരുന്നു. നമ്മൾ ഈ സിബ്ലോ കവറിലാണ് ഇതൊക്കെ ഇട്ട് വെക്കൽ. കേട് വരലൊന്നുമില്ല. ഒരു 2 ആഴ്ച വരെയൊക്കെ ഉപയോഗിക്കാനുള്ള പച്ചക്കറികളാണ് വാങ്ങിയിട്ട് വരൽ. വലിയ മോളടുത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യൽ. പിന്നെ ഇതാ ചെറുത് വന്ന് അവിടെ തൈരൊക്കെ എടുത്ത് തൈരിൻ്റെ പാക്കൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. ഈ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ച് ഫ്രിഡ്ജിലെ സാധനങ്ങളൊന്നുമില്ല, എല്ലാം കഴിഞ്ഞിരുന്നു. അപ്പോഴൊക്കെ ചെറിയ മോള് വന്ന് അവിടെ എല്ലാം വലിച്ചിരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും പണിയെടുക്കുമ്പം അവളവിടെ വേറെ പണിയെടുക്കും. അതാ നമ്മളാക്കി വെച്ചതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം.
വർഗ്ഗങ്ങളൊക്കെ ഫ്രിഡ്ജിലാട്ടോ വെക്കാറ്. പിന്നെ കേടുവരാതെ എത്ര കാലം വേണമെങ്കിൽ വർഷങ്ങളോളം നിൽക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാനിങ്ങനെയാണ് സൂക്ഷിക്കാറ്. പിന്നെ നമ്മളവിടെ എല്ലാം ക്ലീൻ ചെയ്തു. നമ്മൾ പ്ലാസ്റ്റിക്കും വെജിറ്റബിൾസിൻ്റെ വേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തു. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചു, നല്ല മഴയല്ലേ, കുടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ പാത്രമൊക്കെ കഴുകി നോക്കിയപ്പം ലിക്വിഡ് കഴിഞ്ഞിരുന്നു. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യൽ, ലിക്വിഡ് ഒഴിച്ചിട്ട് പിന്നെ അതൊരു വട്ടം കൂടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം പാത്രത്തിൽ വെക്കും. എപ്പോഴെങ്കിലും നമുക്ക് ഈ ടൈലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമല്ലോ. പിന്നെ പാത്രം കഴുകി പാത്രം കഴുകൽ കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ വെക്കേണ്ട സ്ഥലത്തൊക്കെ വെച്ച് പിന്നെ അവിടെ എല്ലാം കൗണ്ടർ ടോപ്പും ഗ്യാസെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ മഴയൊക്കെ ഇല്ലാത്തതുകൊണ്ട് വെയിലായതുകൊണ്ട് ഒരുപാട് ഡ്രസ്സുകളുണ്ടായിരുന്നു മടക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല പരിപാടിയാണ് ഡ്രസ്സ് മടക്കൽ. എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും ശരി, ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ഡ്രസ്സെല്ലാം മടക്കൽ. ഡ്രസ്സെല്ലാം മടക്കി വെച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.